ഡിയർ സ്റ്റുഡൻസ്, ഇന്നലത്തെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ട് എക്സസൈസുകളൊക്കെ ചെയ്ത് പേരൻസിൻ്റെ സൈനൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. എല്ലാവർക്കും ഇന്നലത്തെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, 1 മുതൽ 9 വരെയുള്ള സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകളെ കണ്ടെത്താനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ഇന്നലെ ചെയ്ത ഭാഗത്തിൻ്റെ തുടർച്ചയാണ്. 100-ൽ താഴെയുള്ള ഒരു സംഖ്യ തന്നാൽ അതിനെ ഘടകങ്ങളാക്കുക, അതിൻ്റെ ഘടകങ്ങൾ കണ്ടുപിടിക്കുക. ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കുക, ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ്. ഘടകങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഫാക്ടേഴ്സ്. എന്താണ് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ? ഒരു സംഖ്യയെ ഏതെല്ലാം സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാമോ? ഒരു സംഖ്യയെ ഏതെല്ലാം സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാമോ? നിശേഷം ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യുക. ശിഷ്ടം വരാതെ ഹരിക്കാൻ കഴിയുമെങ്കിലാണ് നിശേഷം ഹരിക്കുക എന്ന് പറയുക. അങ്ങനെ ഒരു സംഖ്യയെ ഏതെല്ലാം സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാമോ ആ സംഖ്യകളെല്ലാം ആദ്യ സംഖ്യയുടെ ഘടകങ്ങളാണ്. അപ്പോൾ എന്താണ് ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? ഒരു സംഖ്യയെ 8 എന്ന സംഖ്യയെ 1 കൊണ്ട് ഹരിക്കാം, 2 കൊണ്ട് ഹരിക്കാം, 4 കൊണ്ട് ഹരിക്കാം, 8 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 1 എന്ന സംഖ്യയെ ശിഷ്ടം വരാതെ ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഹരിക്കാം? 1 കൊണ്ട് ഹരിക്കാം, 2 കൊണ്ട് ഹരിക്കാം, 4 കൊണ്ട് ഹരിക്കാം, 8 കൊണ്ട് ഹരിക്കാം. വേറെ സംഖ്യ പറയാം. 10 എന്ന സംഖ്യയെ ഏതെല്ലാം സംഖ്യകൾ കൊണ്ട് ഹരിക്കാം? 1 കൊണ്ട് ഹരിക്കാം. 10ന്റെ ഒരു ഘടകമാണ് 1. 2 കൊണ്ട് നിശേഷം ഹരിക്കാം. 10ന്റെ ഘടകമാണ് 2. 3 കൊണ്ട് 10നെ ഹരിക്കാൻ കഴിയില്ല, നിശേഷം ഹരിക്കാൻ കഴിയില്ല. 4 കൊണ്ട് 10നെ ഹരിക്കാൻ കഴിയില്ല. 5 കൊണ്ട് 10നെ ഹരിക്കാൻ കഴിയും. 5, 2, 10 അപ്പോൾ 5 10ന്റെ ഘടകമാണ്. 6 കൊണ്ട് പറ്റില്ല, 7 കൊണ്ട് പറ്റില്ല, 8 കൊണ്ട് പറ്റില്ല, 9 കൊണ്ട് പറ്റില്ല, 10 കൊണ്ട് പറ്റും. 10ൽ 10 ഒരു പ്രാവശ്യം. അപ്പോൾ 10ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 5, 10. 10 എന്ന സംഖ്യയ്ക്ക് 4 ഘടകങ്ങളുണ്ട്. ഇങ്ങനെ 100-ൽ താഴെയുള്ള ഒരു സംഖ്യയുടെ എല്ലാ ഘടകങ്ങളും കണ്ടെത്തുക. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനൊരു സംഖ്യ പറയാം, 9. അതിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ സ്വന്തം ചിന്തിച്ചു നോക്കി. ഏതൊരു സംഖ്യയുടെയും ഏറ്റവും ചെറിയ ഘടകം ആ സംഖ്യയായിരിക്കും. അപ്പോൾ 9ന്റെ ഒരു ഘടകം 1. 2ന്റെ പട്ടിക ചൊല്ലിയാൽ 9 കിട്ടുമോ? 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണോ? 9നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ 2 ഘടകമല്ല. 3 കൊണ്ട് പറ്റും, 3 ഘടകമാണ്. 4 കൊണ്ട് പറ്റില്ല, 5 കൊണ്ട് പറ്റില്ല, 6 കൊണ്ട് പറ്റില്ല, 7 കൊണ്ട് പറ്റില്ല, 8 കൊണ്ട് പറ്റില്ല, 9 കൊണ്ട് പറ്റും, 9 ഘടകമാണ്. ഒരു സംഖ്യയുടെ ഏറ്റവും ചെറിയ ഘടകം 1 ആയിരിക്കും, ഏറ്റവും വലിയ ഘടകം അതേ സംഖ്യയായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടതില്ല, ഘടകം ഉണ്ടാവുകയില്ല. അപ്പോൾ 9 എന്ന സംഖ്യയുടെ ഘടകങ്ങൾ ഏതൊക്കെയാ? 1, 3, 9. 9ന് എത്ര ഘടകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? 3 ഘടകങ്ങളുണ്ട്. സംഖ്യ അല്പം വലുതായാൽ ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക.
എന്താണ് ഘടകം? ഒരു സംഖ്യയെ ഏതെല്ലാം സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാമോ ആ സംഖ്യകളെല്ലാം ആദ്യ സംഖ്യയുടെ ഘടകങ്ങളാണ്. ഇത് എഴുതുക, വ്യക്തമായി മനസ്സിലാക്കുക. എല്ലാ ഘടകങ്ങളെയും കണ്ടെത്തുക എന്ന ചോദ്യത്തിന് ഒരു എളുപ്പമാർഗം ഞാൻ കാണിച്ചു തരാം. എത്ര വലിയ സംഖ്യയാണെങ്കിലും കണ്ടെത്താനുള്ള ഒരു എളുപ്പമാർഗമാണ്. എല്ലാവരും നന്നായി പഠിക്കുക. 10 ചോദ്യം ഞാൻ തരും, എല്ലാം നിങ്ങൾ ചെയ്യണം. 30 എന്ന സംഖ്യയുടെ എല്ലാ ഘടകങ്ങളും കണ്ടെത്താൻ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം 30 എന്ന് എഴുതണം. ഇങ്ങനെ ഒരു വര വരയണം, നടുക്കൂടെ ഒരു വര വരയണം. ഏതൊരു സംഖ്യയുടെയും ഏറ്റവും ചെറിയ ഘടകം 1 ആണ്. അപ്പോൾ ഈ ഭാഗത്ത് 1 എന്ന് എഴുതണം. എഴുതി കഴിഞ്ഞാൽ 30-ൽ എത്ര 1 ഉണ്ട്? 30. അതിവിടെ എഴുതണം. ഇനി 30-നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? നമുക്കറിയാം, ഒറ്റയുടെ സ്ഥാനത്ത് 0 വരുന്ന എല്ലാ സംഖ്യകളെയും 2 കൊണ്ട് ഹരിക്കാം. 30-ൽ എത്ര 2 ഉണ്ട്? ഇവിടെ 2 എഴുതാം. 30-ൽ എത്ര 2 ഉണ്ട്? 15. അതിവിടെ എഴുതാം. 30-നെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കിയാൽ കഴിയും. 30-ൽ 3 കൊണ്ട് ഹരിക്കാം. 30-ൽ 3 10 പ്രാവശ്യം. 4-ന്റെ പട്ടിക ചൊല്ലിയാൽ 30 കിട്ടില്ല. 30-നെ 4 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. 5 കൊണ്ട് ഹരിക്കാൻ കഴിയും. 30-ൽ 5 6 പ്രാവശ്യം. ഇനി നമുക്ക് നോക്കേണ്ട സംഖ്യ 6 ആണ്. 6 ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതില്ല. ഘടകങ്ങൾ 1 2 3 5 1 2 3 5 6 10 15 30. 6 10 15 30. ഇതാണ് 30-ന്റെ ഘടകങ്ങൾ. അപ്പോൾ ഇവിടെ വന്നാൽ പിന്നീട് നമ്മൾ നോക്കേണ്ടതില്ല. അപ്പുറത്തിന് ഘടകങ്ങളേ ഉണ്ടാവുകയില്ല. അപ്പോൾ 30-ന് എത്ര ഘടകങ്ങളുണ്ട്? 1 2 3 4 5 6 7 8 ഘടകങ്ങളുണ്ട് 30-ന്. ഏതൊക്കെയാണ് 30-ന്റെ ഘടകങ്ങൾ? 1 2 3 5 6 10 15 30. 1 2 3 5 6 10 15 30. ഇപ്പോൾ 30-ന്റെ എല്ലാ ഘടകങ്ങളെയും കണ്ടെത്തിയ രീതി മനസ്സിലായില്ലേ? ഇനി നമുക്ക് 100-ന്റെ എല്ലാ ഘടകങ്ങളും നോക്കാം. 100-ന്റെ നല്ലോണം ശ്രദ്ധിക്കണം. 100-ന്റെ എല്ലാ ഘടകങ്ങളും കണ്ടുപിടിക്കാൻ പോവുകയാണ്. അല്പം വലിയ സംഖ്യയാണ്. 100-ന്റെ ഏറ്റവും ചെറിയ ഘടകം 1. 100-ൽ 1 100 പ്രാവശ്യം. അപ്പൊ 2 ഘടകങ്ങളെ കിട്ടി. ഒരു ഘടകം 1 ആണ്, ഒരു ഘടകം 100 ആണ്. ഇനി 100-ന്റെ അവസാനം 0 ആയതുകൊണ്ട് 2 കൊണ്ട് ഹരിക്കാൻ കഴിയും. 100-ൽ 2 50 പ്രാവശ്യം. 100-നെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ? ഇല്ല. 1 0 0 കൂട്ടിയാൽ 3 അല്ല. 3 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. 4 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ നോക്കുക. അവസാനം 2 0 വരുന്ന സംഖ്യകളെ 4 കൊണ്ട് ഹരിക്കാൻ കഴിയും എന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 100-നെ 4 കൊണ്ട് ഹരിക്കാൻ കഴിയും. 100-നെ 4 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ 25 എന്ന് കിട്ടും. 5 കൊണ്ട് 100-നെ ഹരിക്കാൻ കഴിയും, കാരണം അവസാനം 0 ആണ്. 5 20 പ്രാവശ്യമുണ്ട്. 6 കൊണ്ട് പറ്റില്ല, 7 കൊണ്ട് പറ്റില്ല, 8 കൊണ്ട് പറ്റൂല, 9 കൊണ്ട് പറ്റൂല, 10 കൊണ്ട് പറ്റും. 10 5 പ്രാവശ്യം. 10 100-ൽ 20 പ്രാവശ്യം. 10 100-ൽ 10 പ്രാവശ്യം. ഓക്കെ, ഘടകങ്ങൾ തീർന്നു. കാരണം ഇനി നോക്കേണ്ടത് 10 ആണ്. അതിപ്പുറം വന്നിട്ടുണ്ട്. ഇപ്പൊ ഘടകങ്ങൾ ഏതൊക്കെയാ? 1 ഘടകമാണ്, 2 ഘടകമാണ്, 4 ഘടകമാണ്, 5 ഘടകമാണ്, 10 ഘടകമാണ്. 2 പ്രാവശ്യം 10 എഴുതണ്ട. 20 ഘടകമാണ്, 25 ഘടകമാണ്, 50 ഘടകമാണ്, 100 ഘടകമാണ്. ഇപ്പോൾ 100-ന്റെ ഘടകങ്ങൾ 1 2 4 5 10 20 25 50 100. ഘടകങ്ങളുടെ എണ്ണം 1 2 3 4 5 6 7 8 9 ഘടകങ്ങളുണ്ട് 100-ന്. ഇപ്പോൾ എല്ലാ ഘടകങ്ങളും കണ്ടെത്തുക. ആദ്യമേ ക്ലാസ്സിൽ വരാൻ തുടങ്ങിയവർക്ക് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നതാണ്. കഴിഞ്ഞ പാഠം മനസ്സിലാക്കിയ കുട്ടികൾക്ക് ഇത് വളരെ എളുപ്പമാണ്. 10 ചോദ്യങ്ങൾ ഇപ്പോൾ ഞാൻ തരും. ഇപ്പോൾ തന്നെ 10ഉം ചെയ്ത് പേരന്റിനെ കാണിച്ച് ഒപ്പുവാങ്ങണം.
നാളത്തെ ക്ലാസ്സിൽ എല്ലാവരും വരണം. 4 ബുക്കും കൊണ്ടുവരണം നാളെ. പ്രത്യേകിച്ച് ഓർക്കേണ്ടത്, നാളെ വാവാണ്. ബലിയിടാൻ പോകേണ്ട കുട്ടികൾ ആ കർമ്മങ്ങൾ കഴിഞ്ഞ് എപ്പോഴാണോ എത്താൻ പറ്റുന്നത്, എത്ര താമസിച്ചാലും കുഴപ്പമില്ല, ആ ക്ലാസ്സിൽ നാളെ എല്ലാവരും എത്തണം. 4 ബുക്കുകളും കൊണ്ടുവരണം. കഴിഞ്ഞ ആഴ്ച ഫോട്ടോ കൊണ്ടുവരാത്ത കുട്ടികൾ നിർബന്ധമായും ഫോട്ടോ കൊണ്ടുവരണം. ഫോട്ടോ നാളെ മറക്കരുത്, എല്ലാവരും ഫോട്ടോ കൊണ്ടുവരണം. അതേപോലെ ഫീസിൻ്റെ കാര്യവും കൂടി ഒന്ന് പേരൻസിനെ ഓർമ്മിപ്പിക്കണം. ചില കുട്ടികൾ ആദ്യത്തെ ഫീസ് അടയ്ക്കാൻ ബാക്കിയുണ്ട്, അവർ നാളെ കൊണ്ടുവരാൻ ഓർക്കണം. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം. ഞാൻ 10 ചോദ്യം തന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോ ചോദ്യവും എഴുതി ചെയ്യണം. ഒരെണ്ണം ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. ചോദ്യങ്ങളെല്ലാം എഴുതിയെടുക്കണം. എഴുതിയെടുത്തതിന് ശേഷം ഓരോ ചോദ്യവും എഴുതി ചെയ്യണം. ഇപ്പോൾ ചോദ്യങ്ങൾ ഞാൻ മായ്ച്ചു കളയുകയാണ്. ചോദ്യം നമ്പർ 1, 38. 1 കൊണ്ട് 38 പ്രാവശ്യം. 38ന്റെ അവസാനം 8 ആയതുകൊണ്ട് 2 കൊണ്ട് പറ്റും. 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ പകുതിയാക്കുക. 3 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല, 3 8 11. 4 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല, 5 കൊണ്ട് കഴിയില്ല, 6 കൊണ്ട് കഴിയില്ല, 7 കൊണ്ട് കഴിയില്ല, 8 കൊണ്ട് കഴിയില്ല, 9 കൊണ്ട് കഴിയില്ല, 10 കൊണ്ട് കഴിയില്ല, 11 ഇല്ല, 12 ഇല്ല, 13 ഇല്ല, 14 ഇല്ല, 15 ഇല്ല, 16 ഇല്ല, 17 ഇല്ല, 18 ഇല്ല, 19 ഉണ്ട്. അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് 4 ഘടകങ്ങളേ ഉള്ളൂ. ഉത്തരം എഴുതണം. 38ന്റെ ഘടകങ്ങൾ സമം 1, 2, 19, 38. 38ന് 4 ഘടകങ്ങളുണ്ട്. 1, 2, 19, 38. എല്ലാ ചോദ്യങ്ങളും ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യണം. പിന്നത്തേക്ക് വെക്കരുത്. പട്ടിക നല്ലോണം പഠിക്കണം. ഇപ്പോഴൊന്ന് ചൊല്ലി നോക്കണം. രാത്രിക്ക് കിടക്കുന്നതിന് മുമ്പ് ചൊല്ലണം. രാവിലെ നല്ലോണം ചൊല്ലി നോക്കിയിട്ട് വരണം. പട്ടികയ്ക്ക് നാളെ മാർക്കുണ്ട്. ടേബിൾ ടെസ്റ്റ് നാളെ നടത്തും. മാർക്കുണ്ട്, സമ്മാനമുണ്ട്. ആ കാര്യങ്ങൾ നല്ലോണം ഓർക്കണം. ഓക്കെ, താങ്ക് യു.